വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചു. ഇനി വിളക്ക് വയ്ക്കണം. ഇതേ വിളക്കൊക്കെ വെച്ച് നാമം ജപിച്ചു. എന്നിട്ട് പെട്ടെന്നൊന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അവിടെ പൂജയൊക്കെ തുടങ്ങിയാൽ പിന്നെ നമുക്ക് കുറേ നേരം നിൽക്കേണ്ടി വരും. പിന്നെ അടുക്കളയിലോട്ട് വന്നു. പിള്ളേർക്ക് മുട്ട പുഴുങ്ങാൻ വെച്ചു. എനിക്കൊരു ചായ ഇട്ടു. പിന്നെ ദോശ ഉണ്ടാക്കണം. അതിനിടയ്ക്ക് ഫുഡ് കൊടുത്തപ്പോൾ അപ്പു പെട്ടെന്ന് കഴിച്ചു. കുട്ടി കഴിക്കുന്നില്ല, വാരി കൊടുക്കാൻ വേണ്ടി കിടക്കുക. ചില ദിവസം അങ്ങനെ ഭയങ്കര കൊഞ്ചല. ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. കുറച്ച് വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തന്നെ കഴിച്ചോളൂ. ഇതേ കണ്ടോ, പിന്നെ തന്നെ അങ്ങ് കഴിക്കാൻ തുടങ്ങി. ആദ്യം കുറച്ച് നേരം ഒന്ന് വാരി കൊടുക്കണം. മടിയന കുഞ്ഞുവാവയല്ലേ, കുഞ്ഞുവാവ, അതിൻ്റെ ഒരു കുറുമ്പ്. കഴിച്ചിട്ട് പോയി. ഞാനൊരു ചായ ഇട്ട് കുടിച്ചു. ദോശ ഉണ്ടാക്കി. ഞാനിവിടെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് അടിച്ചു വരുന്ന സമയത്ത് വന്ന് നോക്കി നിൽക്കുക രണ്ടുപേരും. ഇതേ വൈറ്റമിൻ ഡിയുടെ കുറവാന്ന് തോന്നുന്നു. വെയിലും കൊണ്ട് കിടക്കുന്നുണ്ടോ, രാവിലത്തെ ഇളം വെയിലും കൊണ്ട് സുഖിച്ച് കിടക്കുക. അത് കഴിഞ്ഞ് പിന്നെ നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കാനും അയലത്തൊക്കെ എത്തി നോക്കാൻ പോയിരിക്കുക. അവിടെ നിന്നാലേ അവന് റോഡും അയലത്തൊക്കെ ഉള്ള വീട്ടിലെ പൂച്ചയൊക്കെ കാണാൻ പറ്റും. കുറച്ച് നേരം അവരുടെ കൂടെ ചെടിയുടെ ഇടയിലൊക്കെ നടന്നു. അവർക്കും ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ ചെടിയുടെ ഇടയിൽ. വലിയ ചെടിയൊന്നും ഇല്ല, ചെറിയ 5-6 ചെടിയൊക്കെ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് നടക്കാൻ അവർക്ക് ഇഷ്ടമാണ്. കുറച്ച് ഇലയൊക്കെ ഉണ്ട്, അതൊക്കെ പെറുക്കി കളഞ്ഞൊന്ന് വൃത്തിയാക്കും ഞാൻ. അവരും എൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളൂ. ആ സമയത്ത് എല്ലാം കഴിഞ്ഞ് എനിക്കിനി പോകാൻ സമയമായി. വന്ന് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.